നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ആധാർ കാർഡ് എടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ അറിയിപ്പിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മ്, ബാങ്ക് അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ ആധാർ കാർഡ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കേന്ദ്രത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ്, നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകൾ, ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകളാണ് നമ്മൾ 90% ആളുകളും. ഇനി വെറും 10% ആളുകൾ മാത്രമാണ് ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളുള്ളത്. നിങ്ങൾ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ഒന്നുമില്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും ലിങ്ക് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യുക. നമ്മളിപ്പോൾ ലിങ്ക് ചെയ്ത ആളുകളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകളാണ്. ഇങ്ങനെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ചിലപ്പോൾ 1, 2, 3 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആധാർ കാർഡ് ലിങ്ക് ചെയ്ത നമ്പർ പിന്നീട് അത് ഉപയോഗിക്കാതെ പിന്നീട് നമ്മൾ മറ്റാരുടെയും കൈകളിലെത്തിയിരിക്കാം. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളെല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് പ്രായമുള്ള ആളുകളാണ് ചിലപ്പോൾ സിമ്മുകൾ നമ്പർ മാറ്റി കളിക്കാറ്. അല്ലാത്ത ആളുകളെല്ലാം ഒട്ടുമിക്ക ആളുകളും ഒരേ നമ്പർ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. ഏതായാലും നമ്മൾ ആ നമ്പർ നമ്മുടെ കൈവശമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ പണം എടുക്കാൻ അത് അവർക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ പ്രവാസികളായ ആളുകൾ അവർ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു സിം എടുക്കുകയും പിന്നീട് ആ സിമ്മ് അവർ ഗൾഫിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവിടെ അത് ഉപയോഗിക്കാൻ ചിലപ്പോൾ OTP വരാതെ മറ്റോ റീചാർജ് ചെയ്യാതെ ആ സിമ്മ് കട്ടായി പോകാനും ചെയ്യാറുണ്ട്. ഇങ്ങനെ കട്ടായി കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് ലഭിക്കുകയും നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത നമ്പർ ആയതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് നമ്മുടെ എല്ലാ പണമിടപാട് കാര്യങ്ങളും അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ അക്കൗണ്ടിലുള്ള പണം എടുക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം അത് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആധാർ കാർഡിൽ നിങ്ങളുടെ ഇമെയിൽ ID ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മെയിൽ ID യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് മറ്റാരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് മെസ്സേജുകൾ വരികയും നമുക്കത് തടയാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ആധാർ കാർഡിൽ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, എല്ലാ കാര്യങ്ങളും വളരെ റെഡിയാക്കി തന്നെ വെക്കുക. നമുക്കറിയാം, നമ്മൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 35 വയസ്സിന് മുകളിലുള്ള ആളുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ആധാർ കാർഡ് കൂടുതലും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ആധാർ കാർഡാണ്. നമുക്കറിയാം, ഈ ജൂൺ മാസം ഇറക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു മാസം 28-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടാകും. പിന്നീട് ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് തന്നെയായിരിക്കും അവരെ സ്കൂൾ ചേർക്കുന്ന മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായിട്ടും 5 വയസ്സിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡിലുള്ള ആളുകളുണ്ടാകും. ഈ 5 വയസ്സിന് ശേഷം അപ്ഡേറ്റ് ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ അതിനിടയിലെടുത്ത ആളുകൾക്കെല്ലാം 15 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും ആധാർ കാർഡ് ഇപ്പോൾ വാലിഡ് ആയിരിക്കുള്ളൂ. മുമ്പത്തേക്കാൾ ഒന്നുകൂടി ഇപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വളരെ കർശനമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. കുട്ടികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഇനിയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി